ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ പലതരം ബിരിയാണികൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് മീൻ ബിരിയാണി, ഫിഷ് ബിരിയാണി, പലതരത്തിലുള്ള ഫിഷിൻ്റെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പോലെ അയക്കൂറ, അയല, പിന്നെ എന്തിനു പറയുന്നു, മത്തി ബിരിയാണി വരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിലും ഡിഫറെൻ്റ് ആയിട്ടൊരു ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. അതായത് നമ്മുടെ ചൂര ഫിഷ് വെച്ചിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഉള്ളി, പച്ചമുളക്, തക്കാളി, സാധാ മസാല ഉണ്ടാക്കുന്നത് പോലെ തന്നെ എല്ലാം എടുത്ത് ഫസ്റ്റ് തന്നെ ഉള്ളി വഴറ്റുന്നുണ്ട്. നല്ല ബ്രൗൺ കളറായതിൻ്റെ ശേഷം അതിലോട്ട് ചതച്ച് വെച്ച പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഞാനിവിടെ 8 പീസ് ചൂര മീനാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പൊടികൾ ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അങ്ങനെ തക്കാളിയും ഒക്കെ ഇട്ട് നല്ലപോലെ നല്ല തിക്കായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അതിലോട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതിൽ നിന്ന് എടുത്തിട്ട് 2 പീസ് തലൻ്റെ ഭാഗമാണ്. അത് മസാലയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക. നല്ലപോലെ ഇങ്ങനെ ഉടച്ചെടുക്കണം. മുള്ളൊന്നും ഇല്ല, അതുകൊണ്ട് പേടിക്കണ്ട. അങ്ങനെ മൂടി വെച്ചു. നല്ലപോലെ ഗ്രേവി ആവട്ടെ. ഇനി ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് അതിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് ഫിഷ് ഓരോന്നായിട്ട് ചൂര ഫിഷ് പൊരിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. അങ്ങനെ നമ്മുടെ ഫിഷ് ഒരു പുറം ശരിയായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിൽ ചിലവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാകും. പിന്നെ അറിയാത്തവർക്കാണ് ഞാനിന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അപ്പോൾ കുറേ കുക്കിംഗ് വീഡിയോസും ചെയ്തിട്ടൊക്കെ ഞാൻ വിചാരിച്ചു ചൂര ബിരിയാണി ചെയ്യുമ്പോൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെ നമ്മുടെ ഫിഷെല്ലാം പൊരിച്ച് ഇത് നല്ല ഗ്രേവി തിക്കായിട്ടുള്ള നമ്മുടെ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറുണ്ടാക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല, അത് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും റെഡിയായി, മസാല ഇവിടെ റെഡിയായി, ഫിഷും പൊരിച്ചെടുത്തിട്ട് നമുക്ക് ദമ്മിട്ടെടുക്കാം. ഫസ്റ്റ് തന്നെ ഒരു പാത്രത്തിലോട്ട് ഫസ്റ്റ് ലെയർ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ദം ബിരിയാണിയല്ലേ, അപ്പോൾ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ചോറും കൂടെ ഇട്ട് കൊടുക്കാം. അതായത് ഗീ റൈസും കൂടെ ഇട്ട് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റിയാണ് മക്കൾ, ഒരു രക്ഷയുമില്ല. ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതുപോലെ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കും കേട്ടോ. അതുപോലെ തന്നെ ഏട്ട ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. ചൂര ബിരിയാണി ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ മസാല ഇട്ടെടുത്ത് ചോറിട്ടെടുത്ത് അതിൻ്റെ മുകളിലോട്ട് അത് ഫിഷ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടും ചോറിട്ടെടുത്ത് നല്ല ആവിക്കകത്ത് കിടന്നിട്ട് ഫിഷിൻ്റെ എല്ലാം നല്ല ഇത് മണം ഇങ്ങനെ വരുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും നിങ്ങളെ കൊതിപ്പിക്കുമെന്നല്ല. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡിയായി. ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുന്നുണ്ട്. ഗരം മസാലയൊക്കെ വിതറി കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.